ഇന്നൊരു പേട്ടപ്പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. പടത്തിന്റെ തുടക്കത്തിൽ ഒരു കാന്താരി ഒളിച്ചോടനെ കാട്ടിട്ടാണ് പടം തുടങ്ങുന്നത്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പിന്നെ നമ്മുടെ കാന്താരി ഫ്രീക്കത്തി കേട്ടാ. നമ്മുടെ കാന്താരിക്ക് ഓരോ ഹോബി ഉണ്ട്. 2 ദിവസം കൂടുമ്പോ ഓരോരുത്തരുടെ കൂടെ ഒളിച്ചോടാ, എന്നിട്ട് തിരിച്ച് വീട്ടിക്ക് വരാ. അതാണ് നമ്മുടെ ചേച്ചിയുടെ ഹോബി. ഒരു ദിവസം നമ്മുടെ കാന്താരിക്ക് റിയാസ് അണ്ണനെ കാണുമ്പോ ക്രഷ് അടിക്കും. ചേട്ടനോട് ഭയങ്കര ആരാധന. കേരളത്തിലെ ഏറ്റവും വലിയ കോഴിക്ക് ഈ കോഴിയെ സമ്മാനമായി നൽകുന്നു. കാന്താരി ഇഷ്ടാന്ന് പറഞ്ഞ കാരണം നമ്മുടെ റിയാസ് അണ്ണൻ ഹാപ്പി ആവും ഗൈസ്. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. പിന്നെ ഒരു ദിവസം നമ്മുടെ കാന്താരി ഒളിച്ചോടും നമ്മുടെ റിയാസ് അണ്ണന്റെ വീട്ടിക്ക്. പിന്നെ കാന്താരിയോട് റിയാസ് അണ്ണൻ കുറച്ച് ഡിമാൻഡ്സ് പറയും. അവിടെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഇതിനെക്കുറിച്ച് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് സംസാരിക്കുന്നതായിരിക്കും. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ ഭാഗമായിട്ട് റിയാസ് അണ്ണന്റെ ഡിമാൻഡ് കേട്ടിട്ട് അവൾ അവിടുന്ന് ഓടും. ഇത്രയ്ക്ക് സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ പടത്തില് നമ്മുടെ അമ്പാനുണ്ട് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഒരു ദിവസം നമ്മുടെ അമ്പാൻ ബൈക്കില് കൂട്ടുകാരന്റെ കൂടെ റൈഡ് പോവും. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങക്കില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ട്രിപ്പിന് പോയിട്ട് രാത്രി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുത്തൻ നമ്മുടെ അമ്പാന്റെ ബൈക്ക് എടുക്കും. അപ്പൊ നമ്മുടെ അമ്പാൻ പിടിക്കാൻ പോകും, അറിയാണ്ട് ആ കള്ളനെ കൊല്ലും. അമ്പാൻ എന്നിട്ട് ടെൻഷനായിട്ട് ഒരു വക്കീലിന്റെ അടുത്തേക്ക് പോവും. നമ്മുടെ നോ ചാൻസ് ടു ചേഞ്ച് നോ ചാൻസ് ടു ഇംപ്രസിന്റെ അടുത്തേക്ക് പോവും. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. ആരും പേടിക്കണ്ട ഗൈസ്, നമ്മുടെ LJP ഒരു കോമഡി പറഞ്ഞതാ, എല്ലാവരും ചിരിക്കി. ഇനി കുറച്ചു അങ്ങോട്ട് പോയി ചിരിച്ചേ, കുറച്ചു ഇങ്ങോട്ട് പോയി ചിരിച്ചേ. LJP എന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും അമ്പാൻ ജയിലിൽ കിടക്കാണ്ടിരിക്കാനായിട്ട്. ഒരു പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം, എനിക്കറിയണ ഒരാളുണ്ട്, ഒരു ഡോക്ടർ ഉണ്ട്, അവിടെ പോയാൽ മതി സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറയും. അങ്ങനെ അമ്പാൻ അങ്ങോട്ട് പോവും, സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ അവിടെ നിന്ന് പോരും. ഇതിനിടയ്ക്ക് നമ്മുടെ കാന്താരിക്ക് റോഡിൽ കൂടെ പോണ ഒരു ഡൂഡിനോട് ക്രഷ് തോന്നും. എന്തായാലും മറ്റവന് അപ്പുറത്ത് ആ പെണ്ണ് വന്ന് നിൽക്കണ കണ്ടിട്ട് അവന് സഹിക്കണില്ല. അവനെ പറയാൻ പറ്റുമോ? വികാരമുള്ള മനുഷ്യനില്ലേ. ഒരു ദിവസം എന്നിട്ട് ഈ ഡൂഡ് അവളെ കാണാനായിട്ട് പോവും. അവള് പറയാ ഒളിച്ചോടാന്ന്. ഞാൻ വരണ്ടുപോയി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു ദിവസം നമ്മുടെ അമ്പാൻ ബൈക്കിൽ ഒരു സ്ഥലം വരെ പോണ സമയത്ത് ഒരു പെണ്ണ് ഓടി വരുന്നത് കാണും. അത് നമ്മുടെ കാന്താരിയാ. ആരാണ്? എന്താണ്? വാ ചേട്ടാ, നമുക്ക് ഒളിച്ചോടാം. അങ്ങനെ നമ്മുടെ ചേച്ചി അമ്പാന്റെ വീട്ടിലേക്ക് പോയിട്ട് വെറുപ്പിക്കല് സ്റ്റാർട്ട് ചെയ്യും. സുഗുറാണി വന്നു നായിക, പ്രേമത്തിൻ മുരളി ഗായിക. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലേ. അവസാനം നമ്മുടെ അമ്പാന് നമ്മുടെ കാന്താരിയോട് ക്രഷ് തോന്നും. പൂവേ ഒരു മഴ മൊത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. അതിൻ്റെ അകത്തൊരു പഴമുണ്ട്, അടുത്ത് വായിക്കുത്തി കേട്ടോണ്ട. നിന്നെ കൈമിടിക്കുന്ന ഹൃദയം കാണണം. മിടിക്കുന്നത് കണ്ട. ഇതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതോരോന്ന് കഴിച്ചാൽ മതി. എന്റെ ഹൃദയമിടിപ്പിന്റെ താളത്തിൽ നൃത്തം ചെയ്യുന്ന വെറും ഒരു ബൊമ്മയാണ് ഞാൻ. ബൊമ്മ കുട്ടബൊമ്മ. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കാന്താരി നമ്മുടെ അമ്പാനെ റിജക്റ്റ് ചെയ്യും. പിന്നെ മൂപ്പരിക്ക് പ്രാന്താവും ഗൈസ്. കളിപ്പാട്ടം വല്ലതായിരുന്നു, ബാറ്ററി എങ്കിലും ഊരിയിടായിരുന്നു. ചങ്ങലക്കിടാൻ പറ്റും.
പിന്നെ നമ്മുടെ അമ്പാനി പേളകിയ പോലെ എന്നിട്ടാണ്ടൊക്കെ കാട്ടിക്കൂട്ടും. പിന്നെ അങ്ങനെ പടം കഴിഞ്ഞ്. ഇതൊരു ഗംഭീര പടാട്ടാ.